ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലെങ്കിൽ സുൽഫത്താണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു. അപ്പോഴേ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ സ്കിൻ കെയർ നോക്കാത്തവർ വളരെ ചുരുക്കമാണല്ലേ. എല്ലാവരും സ്കിൻ കെയർ നോക്കുന്നവരും അത്യാവശ്യം നല്ല രീതിയിൽ ശരീരം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണല്ലേ. പ്രത്യേകിച്ച് ആണ് പെണ്ണ് അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. ഇപ്പോഴത്തെ യൂത്തും ടീനേജൊക്കെ ഇതിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. നല്ല കാര്യമാണ്. നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ എത്രത്തോളം നമുക്ക് കെയർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത് അത് നല്ലൊരു കാര്യമാണല്ലേ. ഇതൊക്കെ നമ്മൾ അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് സ്കിൻ കെയറിന് വേണ്ടിയിട്ടുള്ള പ്രോഡക്ട്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നമ്മുടെ സ്കിന്നിന് മോയ്സ്ചറൈസർ, അതുപോലെ തന്നെ സെറംസ്, സൺസ്ക്രീൻ, ഇതൊക്കെ ഇന്ന് ഒരുപാട് നല്ല രീതിയിൽ വിറ്റുപോകുന്ന സംഭവങ്ങൾ തന്നെയാണ്. നമ്മുടെ വിപണിയിൽ നല്ലൊരു കച്ചവടം നടക്കുന്ന ഒരു മേഖല എന്ന് വേണമെങ്കിൽ പറയാം, സ്കിൻ കെയർ പ്രോഡക്റ്റിന്റെ ഒക്കെ മേഖല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജിമ്മുകളിലൊക്കെ പോകുന്നതും ഇപ്പോൾ ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ട് വരികയാണ്. നമുക്ക് നേരത്തെ ജിമ്മിൽ അപൂർവമായിരുന്നു ആൾക്കാർ പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അത്യാവശ്യം ശരീരം സൂക്ഷിക്കണമെന്നൊക്കെ ഉള്ള ചിന്തയും ധാരണയൊക്കെ എല്ലാവർക്കും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്കിന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്റ്റേണൽ യൂസ് ചെയ്യുന്ന ഈ ക്രീമോ മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ സെറംസോ ഇതിനൊക്കെ ഒരു പങ്കുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. എന്നാൽ ഇന്റേണലി നമ്മൾ എന്ത് കഴിക്കുന്നോ അതായിരിക്കും നമ്മളെ മെയിനായിട്ട് നമ്മളെ സ്കിന്നിലോട്ട് പ്രതിഫലിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ സ്കിന്നിനെ നമുക്ക് കെയർ ചെയ്യണമെങ്കിൽ മെയിൻ ഘടകം എന്ന് പറയുന്നത് നമ്മളെ ഫുഡ് നമ്മൾ നോക്കുക. അതുപോലെ നമ്മൾ കുടിക്കുന്ന വെള്ളം, ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മളെ സ്കിന്നിന്റെ ടെക്സ്ചർ എങ്ങനെയുള്ളതായിരിക്കും എന്നോ തീരുമാനിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കുന്നത് ഹൈഡ്രേറ്റഡ് ആക്കി സ്കിന്ന് വെക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വൈറ്റമിൻ സിയും അതുപോലെ തന്നെ ആന്റി ഓക്സിഡന്റ് ഒക്കെ അടങ്ങിയ ഒരുപാട് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ നമ്മളെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഇതൊക്കെ നമ്മളെ സ്കിന്നെ നന്നായിട്ട് ഗ്ലോ ആക്കാനും അതുപോലെ തന്നെ നല്ല ബ്രൈറ്റൻ ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ ഈ ഇടയ്ക്ക് ഹൈപ്പിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്നത്. ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ സ്കിന്ന് ചേഞ്ച് ആയതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഗ്ലൂട്ടാത്തയോൺ സപ്ലിമെന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഗ്ലൂട്ടാത്തയോൺ അടങ്ങിയ ക്രീംസ് യൂസ് ചെയ്യാം. അതുപോലെ IV പോലെയൊക്കെ എടുക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് റീൽസും വീഡിയോസ് ഒക്കെ ഗ്ലൂട്ടാത്തയോണൊക്കെ കണ്ടിട്ടുണ്ടാവും. അത് നമ്മളെ ബോഡിയിൽ കൊണ്ടുവരുന്ന മാറ്റവും ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഗ്ലൂട്ടാത്തയോൺ നമ്മൾ നാച്ചുറലായിട്ട് നമ്മുടെ ഫുഡിൽ കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്, നമ്മൾ അറിയാതെ പോകുന്നതാണ്. ഒരുപാട് ഫ്രൂട്ട്സിൽ ഒക്കെ ഇത് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് കറക്റ്റായ രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവം അല്ലെങ്കിൽ കെമിക്കലി നമുക്ക് പോവാതെ നാച്ചുറൽ ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ വീടിനുള്ളിലുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ നമ്മുടെ ബോഡിക്ക് ഗ്ലൂട്ടാത്തയോൺ നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അതിന് പറ്റിയ ഒരു ജ്യൂസാണ് ABC ജ്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പൊ ഈ ജ്യൂസ് ഉണ്ടാക്കുന്നത് വഴി ഒരു വെടിക്ക് 3 പക്ഷി എന്ന് പറയുന്നതല്ലേ, നമുക്ക് ഈ ജ്യൂസ് ഉണ്ടാക്കിയിട്ട് അതിന്റെ സംഭവം നമ്മൾ അടിച്ചു മാറ്റുമല്ലോ, ഈ തൊണ്ട്, അത് നമുക്ക് ഫേസ് മാസ്ക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് നമുക്ക് കുളിക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു നാച്ചുറൽ ആയിട്ട് ഒരു ആന്റി ഓക്സിഡന്റ് ഫേസിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നു. അങ്ങനത്തെ ഒരു മാസ്ക് ആണ് കേട്ടോ. അതുപോലെ തന്നെ അതിന്റെ ആ ജ്യൂസ് നമ്മൾ ചെറിയൊരു സ്പ്രേ ബോട്ടിൽ മാറ്റി വെച്ചിട്ട് നമുക്ക് ടോണറായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. സ്കിന്നിന് നമുക്ക് നാച്ചുറലി ഒരു ഗ്ലോ കിട്ടുന്നതായിട്ട് കാണാം. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ആപ്പിൾ, ഒരു ക്യാരറ്റ്, ഒരു ബീട്രൂട്ടാണ്. ഇതിനെയൊക്കെ നമുക്ക് പീൽ ചെയ്ത് മാറ്റിയിട്ട് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. നമുക്ക് മിക്സിയിലിട്ട് ജ്യൂസിന് വേണ്ടിയിട്ടാണല്ലോ, അപ്പോൾ അരിഞ്ഞെടുക്കാം. എന്നിട്ട് ഞാൻ ബീട്രൂട്ട് ആണെങ്കിൽ കുറച്ച് എടുത്തിട്ടുള്ളൂ, പകുതി എന്ന് വേണം പറയാൻ. കാരണം ഇതിന് ഒരു കുത്തുന്ന ഒരു ചുവയുണ്ട്, നമുക്കത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ കുറച്ച് മതിയാവും. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ജ്യൂസാക്കി എടുക്കാം. അതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പും 1 ഗ്ലാസ് വെള്ളവും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ജ്യൂസാക്കി ഇനി അടിച്ചെടുക്കാം. അതിനുശേഷം ഇതാ ഞാൻ അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല റെഡ് കളറിലുള്ള ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് ഐസ് ക്യൂബൊക്കെ ഇട്ട് കുടിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആയതുകൊണ്ട് തന്നെ നമ്മളെ സ്കിന്നിനും വയറിനും ഒക്കെ നല്ലതാണ്. അപ്പോൾ 2 ആഴ്ചയെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഇതൊന്ന് കുടിച്ചു വന്നാൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു ജ്യൂസാണ് കേട്ടോ. അപ്പൊ ഞാൻ ജ്യൂസ് റെഡി ആക്കിയിട്ടുണ്ട്. കുടിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. നന്നായിട്ടുണ്ട്. പിന്നെ ഒരുപാട് ബീട്രൂട്ട് ആഡ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ചിലർക്ക് അത് ഇഷ്ടപ്പെടില്ല, അതിനൊരു ചവർപ്പാണല്ലോ. പിന്നെ നിങ്ങൾക്ക് ബീട്രൂട്ടും ക്യാരറ്റും കൂടെ കുറച്ചുകൂടെ വേവിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ, ഇതിപ്പോ നമ്മൾ ഫ്രഷ് ആയിട്ട് അടിച്ചതാണല്ലോ, അതെല്ലാം വേവിച്ചിട്ട് വേണമെങ്കിലും ഇങ്ങനെ നമുക്ക് ജ്യൂസായിട്ട് അടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ആപ്പിളിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നെല്ലിക്കയാണുണ്ടെങ്കിൽ അത് ആഡാക്കാം. പിന്നെ ക്യാരറ്റിന് പകരം തേങ്ങ ചിരുകിയിട്ട് അതൊക്കെ യൂസ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അതിന് ഞാൻ ഇങ്ങനെയാണ് ട്രൈ ചെയ്തിട്ടുള്ളത്. ഇത് കുറിച്ചിട്ട് എനിക്ക് വർക്കൗട്ട് ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്കും റിസൾട്ട് കിട്ടും. 2 ആഴ്ചയെങ്കിലും കണ്ടിന്യൂസ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.
പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള സംഭവമല്ലേ. അപ്പൊ അയണിന്റെ ഒക്കെ കുറവുള്ളവർക്കും അതുപോലെ തന്നെ ക്യാരറ്റിലാണെങ്കിൽ വൈറ്റമിൻ എ ഒക്കെ കണ്ണിനൊക്കെ നല്ലതല്ലേ. അതുപോലെ സ്കിന്നിന് കെരാറ്റിൻ നമ്മള് ക്യാരറ്റിൽ അടങ്ങിയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ്. അതൊക്കെ സ്കിന്നിന് നല്ലതാണ്. അപ്പോ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നെക്സ്റ്റ് നല്ല വീഡിയോ ആയിട്ട് വരാൻ വേണ്ടി ശ്രമിക്കാം. തീർച്ചയായിട്ടും പ്ലീസ് ഒന്ന് സബ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യണം കേട്ടോ. നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ കുഞ്ഞു ചാനൽ ഗ്രോ ആവുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.